സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയുടെയും ബലറാമിന്റെയും ആഗ്രഹം നടക്കുകയാണ്. സാഗർ ബലരാമനെ മകനായിട്ട് അംഗീകരിക്കണമെന്നും അതുമൂലം അവരുടെ ഇപ്പോഴത്തെ കൂട്ടാളിയായ മാനസ അവരുടെ മരുമകൾ ആകണമെന്നുമാണല്ലോ അവരുടെ ചിന്ത. അതുമൂലം സാഗറിനെയും കുടുംബത്തെയും മാത്രമല്ല ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായ കൺമണിയെയും ഒതുക്കുന്നതാണല്ലോ അവരുടെ സ്വപ്നം. അതിനാണല്ലോ ആ ജയിലിൽ കിടന്നും അവർ കരുക്കൾ നീക്കുന്നത്. ഇതൊന്നും ഏതാണ്ട് അവർ ചെയ്തിട്ടല്ലെങ്കിലും എല്ലാം ഭംഗിയായിട്ട് അവസാനിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. ഈശ്വരൻ തന്നെ വഴിയുണ്ടാക്കിയതാണ് ഇതെല്ലാം. നല്ലവരായ സാഗരും സുജിയും ഇനിയും കബളിപ്പിക്കാൻ പാടില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് കലാശിച്ച് അവർ സുഖമായി ജീവിക്കണമെന്നും ഈശ്വരൻ കരുതുന്നുണ്ടാകും. തന്നെ കല്യാണം കഴിക്കുന്നതോടെ തന്നെ അത്യധികം സ്നേഹിക്കുന്ന ബലരാമൻ തനിക്ക് വേണ്ടി എന്തു ചെയ്യുമെന്നും വേണ്ടി വന്നാൽ മാത്രമല്ല സാഗറിനെ അടിച്ചു പുറത്താക്കി കൺമണിയെ അലികയുടെ കൂടെ തൻ്റെ കൈപ്പിടിയിലാക്കണമെന്നാണ് മാനസ സ്വപ്നം കാണുന്നത്. മാനസയെ അത്രയ്ക്ക് ഇഷ്ടമില്ല എങ്കിലും ഇത്രയധികം ദുഷ്ടബുദ്ധി അവർക്കുണ്ടെന്ന് സാഗരം ചിന്തിക്കുന്നില്ല. കൺമണിയെ സാഗർ എത്രമാത്രം ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് ആൻറ്റിയമ്മയോടും സുജിയോയും കൺമണിയെപ്പറ്റി വാദിക്കുന്നത് കേട്ടാൽ അറിയാം. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷകയാണെന്ന് മുൻകൂട്ടി കൺമണി തെളിയിച്ചതോടെയാണല്ലോ എന്ന ചിന്തയും സാഗറിനുണ്ട്. തൻ്റെ കുടുംബത്തിൻ്റെ മുതൽക്കൂട്ടാണെന്നും കൃഷ്ണന് കിട്ടേണ്ട ജീവിതം കൺമണിയിൽ കൂടി ഭംഗിയായിട്ട് നടക്കുമെന്നും സാഗറിനറിയാം. മാത്രമല്ല തൻ്റെ മകൾക്കും കൺമണിയെ ജീവനാണല്ലോ. ആൻറ്റിയമ്മയ്ക്കും സുജിക്കുമാണ് എതിർപ്പ്. അത് അവളുടെ സ്വഭാവം പോകെ പോകെ കണ്ടു കഴിഞ്ഞാൽ മാറുമെന്നും സാഗറിനറിയാം. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരുടെ വിവാഹം അതിഗംഭീരമായിട്ട് നടത്താനും സാഗറിന് പ്ലാനുണ്ട്. സുജ അത്ര ദുഷ്ടയൊന്നുമല്ല. അവൾ കൺമണിയെ അംഗീകരിക്കുമെന്നും സാഗറിന് ഉറപ്പുണ്ട്. തൻ്റെ അലികയും അവളിലൂടെ ഭദ്രമായിരിക്കുമെന്നും കൂടാതെ അലിക ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്നും സാഗറിനറിയാം. മാത്രമല്ല കൺമണിയോട് 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ തന്നെ കൊമ്പും കുലുക്കിവെന്ന് ജയമോഹൻ പോലും അടിയറവ് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് ആൻറ്റിയമ്മ മാനസിക്ക് വേണ്ടി ഇത്രയും വാദിക്കുന്നതെന്ന ചിന്തയും സാഗറിനുണ്ട്. ഇനിയും ആ കുടുംബത്തിന് വരാൻ പോകുന്ന ആപത്തുകൾക്ക് രക്ഷകയായി കൺമണി മാറുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ലാലി പറയുന്ന കാര്യങ്ങൾ സാഗറിനെ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നോ ബലരാമനെ അംഗീകരിക്കുമെന്നോ അറിയില്ല. കാരണം ചാലിയെ സാഗറിന് അത്രത്തോളം വിശ്വാസമൊന്നും ഇപ്പോഴും ആയിട്ടില്ല. പക്ഷേ സുജാതയ്ക്ക് ഏതാണ്ട് വിശ്വാസമുണ്ട്. കൃഷ്ണനും കൃപയ്ക്കും പൂർണ്ണമായിട്ടും വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ബലരാമന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അവരതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഇതിലും കൺമണി തന്നെയായിരിക്കും എല്ലാവരുടെയും സംശയങ്ങളൊക്കെ മാറ്റി ക്ലിയർ ആക്കാനായിട്ട് പോകുന്നത്. കാരണം ബലരാമൻ വളരെ നല്ലവനാണെന്ന് കൺമണിക്കറിയാം. തെറ്റായ കരങ്ങളിൽ കൂടി പോയതുകൊണ്ടാണല്ലോ അയാൾ ദുഷ്ടനായി തീർന്നത്. അങ്ങനെ സാലി സാഗറിനോട് അന്ന് ഞാൻ വന്നതിൽ നിന്നല്ല കാര്യങ്ങൾ തുടങ്ങിയതെന്നും 30 വർഷം മുൻപുള്ള സംഭവങ്ങളിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. ഗർഭിണിയായി ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയ ദിവസം സുമിത്ര മേഡവും ബാലഗോപാൽ സാറും എന്നെ കാണാൻ വന്നു എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നീ ഒരു സഹായം ചെയ്യണമെന്നും ഞങ്ങൾ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ നിനക്ക് നിന്റെ കുഞ്ഞിന് ജീവനോടെ കാണാനേ പറ്റില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കാര്യവും സുമിത്ര പറഞ്ഞതായിട്ട് സാലി പറയുന്നുണ്ട്. അങ്ങനെ പ്രസവം കഴിഞ്ഞ് മഴക്കത്തിലായ സുജാതയുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ സാലി എടുത്ത് അവരെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്